മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരികയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഒരു ധാരണയിലെത്താൻ. പക്ഷെ ഇവിടുന്ന് ട്രെയിനും പിടിച്ച് ചെന്നിത്തല സോണിയാഗാന്ധിയെ കാണാനായിട്ട് അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ രണ്ടുപേർ നിൽക്കുന്നുണ്ട്, കെ.സി. വേണുഗോപാലും സതീശനും. എല്ലാവർക്കും അറിയേണ്ട ഒറ്റ ഉത്തരമേ ഉള്ളൂ, ആരാകും മുഖ്യമന്ത്രി? ആദ്യം പ്രജിത ഞാൻ തിരുത്തിക്കോട്ടെ. രമേശ് ചെന്നിത്തല ട്രെയിനിലൊക്കെ കയറിയ കാലം മറന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. ചിലപ്പോൾ ഒരു പടത്തിലൊക്കെ കാണുകയും ദൂരെ നിന്ന് കാണുകയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ സംഗതി എന്തായാലും സോണിയാഗാന്ധി അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഗതി. ഈ ആശയക്കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതൃത്വത്തിലുള്ളവർ ജനായത്തത്തെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ ശ്രമമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു പ്രതിസന്ധി അവസ്ഥയാണ്. കാരണം ഇന്ന് ബെന്നി ബെഹനാൻ്റെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വളരെ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു, ഇത്രയും ഒരു ജനവിധി കിട്ടിയിട്ട് ഈ രീതിയിലുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരം അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതെന്താണ് പ്രതിസന്ധി? മുഖ്യമന്ത്രി ആരാകണം? സ്വാഭാവികമായ ചോയ്സ്. ഇന്നലെ ഈ കേരളത്തിലെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ സതീശനുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ ചോയ്സ് നിങ്ങൾ അടുത്ത ചീഫ് മിനിസ്റ്റർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സതീശൻ പറയുന്നു അതിന് പാർട്ടിക്കൊരു പ്രൊസീജിയറുണ്ട്, പാർലമെൻ്ററി പാർട്ടി കൂടി ലാസ്റ്റിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. വളരെ ന്യായമായ കാര്യം പറഞ്ഞു. പക്ഷേ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മുഴുവൻ, ഈവൻ കേരളത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ എല്ലാവർക്കും ഒരൊറ്റ ഫീലിംഗ് ആണുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഒറ്റ ഫീലിംഗ് ആണുള്ളത്, അല്ലേ? സതീശനെതിരെ വോട്ട് ചെയ്ത് അല്ലെ LDFിലുള്ളവർ പോലും മുഖ്യമന്ത്രി ആരാണ് ആകാൻ യോഗ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ തീരുമാനം എന്ന രീതിയിൽ വി ഡി സതീശനെ പറയത്തുള്ളൂ. കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ്റെ പ്രവർത്തന രീതിയും കോൺഗ്രസിൻ്റെ പഴയ ദുശീലങ്ങളെ മാറ്റി ഒരു ടീം UDF ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പ്ലാറ്റ്ഫോം ബ്രോഡൻ ചെയ്തു. ഓരോ തെരഞ്ഞെടുപ്പുകളിലൂടെയും ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും ആ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്ന ലക്ഷ്യത്തിനുപരി ഒരു ലാർജർ പെർസ്പെക്റ്റീവ്, അതായത് ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി വി ഡി സതീശൻ നിർവഹിക്കുകയും അതിനായിട്ടുള്ള നല്ല ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം കൊണ്ടുവരും ടീം UDF എന്നുള്ള ഒരു രീതിയിലേക്ക് കൺസെപ്റ്റിലേക്ക് അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ കൺസെപ്റ്റ് മാത്രം പോരാ, പ്രവർത്തനത്തിലൂടെ തന്നെ രൂപപ്പെടുത്തുമ്പോഴേ ആ കൺസെപ്റ്റ് പ്രയോഗത്തിൽ വരുത്തുള്ളൂ. അപ്പോൾ ടീം UDF എന്നുള്ള കൺസെപ്റ്റിനെ പ്രയോഗത്തിൽ വരുത്തിയതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വിജയം. പിന്നെ ബാക്കി പണിയെല്ലാം ചെയ്തത് പിണറായി വിജയനാണ്. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ കുറച്ച് ഭാഗം മാത്രമേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു വലിയ വിജയം കിട്ടാൻ കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഈ ടീം UDF എന്നുള്ള അല്ലെങ്കിൽ വി ഡി സതീശനിൽ പ്രതീക്ഷ അർപ്പിച്ചു എന്നുള്ളതാണ്. ഫണ്ടും ഇതുപോലെ തന്നെ പ്രധാനമാണല്ലോ. ഫണ്ടും പ്രധാനമാണ്. അപ്പോൾ ഫണ്ട് റൈസർ എന്നുള്ള രീതിയിൽ കെ.സി. വേണുഗോപാൽ തന്നെയല്ലേ മുൻപന്തിയിൽ ഉണ്ടാവുക? കെ.സി. വേണുഗോപാൽ ആണെങ്കിലും കെ.സി. വേണുഗോപാലിന് ഫണ്ട് റൈസർ എന്ന നിലയിൽ ചിലപ്പോൾ അദ്ദേഹം ഫണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഫണ്ട് എത്തിച്ചു കൊടുക്കേണ്ടത് എന്തിനാണ്? അദ്ദേഹം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിയാണ്. കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ബാധ്യസ്ഥതയില്ലേ? ആ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് തെറ്റാണ്. ആഗ്രഹങ്ങൾ പക്ഷേ അദ്ദേഹത്തിനുണ്ടാവുന്നത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ജനായത്ത സംവിധാനത്തിൽ അദ്ദേഹം ഒന്ന് പുറത്ത് ഈ MP സ്ഥാനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പം മത്സരിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? അതല്ലേ നേരായ വഴി എന്ന് പറയുന്നത്. എന്നിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നയിക്കാമായിരുന്നല്ലോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ പുതിയ യുഗയാത്ര നടത്തി കേരളത്തിനെ. ഇപ്പം വി ഡി സതീശൻ പറഞ്ഞു അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത് കേരളത്തിലെ പോർട്ടുകളെ വികസിപ്പിക്കുക. നമുക്ക് 600 കിലോമീറ്റർ സമുദ്രം നമ്മുടെ തീരത്തുണ്ട്. ആ സമുദ്രപാതയെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സാധ്യതകളാണ്. ഞാനത് 1980 മുതൽ കേൾക്കുന്ന സംഗതിയാണ്. ഈ ഇൻലാൻഡ് വാട്ടർ വികസിപ്പിക്കുക, കേരളത്തിൻ്റെ സമുദ്രത്തിലുള്ള ഗതാഗതം വർദ്ധിപ്പിക്കുക, ചരക്ക് നീക്കം അതിലൂടെ ആക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ കേൾക്കുന്നുണ്ട്. അതുപോലെ വിഴിഞ്ഞം പദ്ധതി എത്ര പതിറ്റാണ്ടുകളായിട്ട് കേരളം കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യത നമുക്കിപ്പോൾ ബോധ്യമായി. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ജലമാണ്.
അല്ലേ? ഈ കേരം വൃക്ഷമാണെങ്കിലും ഈ ഹരിതാഭ എന്നൊക്കെ പറയുന്നതാണെങ്കിലും ജലത്തിൻ്റെ വേറൊരു രൂപമാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആസ്തി അല്ലെ നമ്മുടെ ധനം എന്ന് പറയുന്നത് ജലമാണ്. നമ്മുടെ ആധാരം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ഈ ജലത്തിനെ എത്രമാത്രം വൃത്തിയായിട്ട് അതിനെ കേടാക്കാതെ ഉപയോഗിച്ച് നമുക്ക് തന്നെ വികസിപ്പിക്കാം എന്നുള്ളിടത്താണ് കേരളത്തിൻ്റെ വിജയിക്കുന്നത്. പാരിസ്ഥിതികമായിട്ടും ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും സാംസ്കാരികമായിട്ടും ഇങ്ങനെ എല്ലാ ഘടകങ്ങളിലും ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ സതീശൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഡ്രീം നമ്മളോട് ജനങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഈ പോർട്ടുകളൊക്കെ വികസിപ്പിക്കുക, എന്നിട്ട് ഈ പോർട്ടുകളെ നമ്മുടെ ഇഷ്ടംപോലെ ഇൻലാൻഡ് നാവിഗേഷനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ, അല്ലേ? കേരളത്തിൻ്റെ അങ്ങോട്ട് ഈ ചാലുകളും പുഴകളും ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഈ പോർട്ടുകളായിട്ട് ബന്ധിപ്പിക്കുക. അങ്ങനെ ബന്ധിപ്പിച്ച് കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക. ഒരു വളരെ നല്ല, അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് മുമ്പിലേക്ക് വെച്ചിട്ട് ആ കൺസെപ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുക. പക്ഷേ ഇതാണ് ഒരു നേതാവിന് വേണ്ട ഒരു ക്വാളിറ്റി. അതാണ് ഇപ്പം ടീം UDF എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ഫോം ചെയ്തു. ആ ടീം UDF എന്നുള്ള കൺസെപ്റ്റിന് ആവശ്യമായ ഘടകങ്ങൾ എന്ത് അത് മനസ്സിലാക്കി ഓരോ തെരഞ്ഞെടുപ്പുകളിലൂടെയും ആ ടീം UDFനെ ബിൽഡപ്പ് ചെയ്തു. ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും ഈ ടീം UDFനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലാർജർ പെർസ്പെക്റ്റീവിലേക്കായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവിടെയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത വരുന്നത്, ഒരു ക്വാളിറ്റിയും വരുന്നത് അവിടെയാണ്. അങ്ങനെ ആ ടീം UDF എന്നുള്ള കൺസെപ്റ്റിനെ അദ്ദേഹം പ്രയോഗത്തിലേക്ക് മാറ്റുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇതൊക്കെ ഒരു ലീഡർക്ക് ആവശ്യമായ സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി കണ്ടിട്ട് ഇനി അതിന് പ്രവർത്തനങ്ങളുണ്ട്. വെറുതെ കൺസെപ്റ്റ് കണ്ടിട്ട് കാര്യമില്ല. എങ്ങനെയാണ് സമുദ്രപാതകൾ നമുക്ക് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഇൻലാൻഡ് വാട്ടർ വേസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കണക്ടിവിറ്റി ഉണ്ടാക്കേണ്ടത്, അത് ഏതെല്ലാം രീതിയിലായിരിക്കണം പോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ കൺസെപ്റ്റ് ഇത് പ്രാവർത്തികമാകുമ്പോൾ കേരളം ഒരു പോർട്ട് സിറ്റി ആയിട്ട് മാറുന്നു. അങ്ങനെ മാറുന്ന സമയം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ ശരി തന്നെ, അതെല്ലാം ശരിവെച്ചാൽ അങ്ങനെ ആണെങ്കിൽ തന്നെ പിന്നെ എന്തിനാണ് അവിടെ ഒരു അടി നടക്കുന്നത്? അങ്ങനെ ഹൈക്കമാൻഡിന് വരേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്രത്തോളം കാര്യക്ഷമമായിട്ട് ടീം UDFനെ നയിച്ച VD സതീശൻ അല്ലാതെ മറ്റാരെ എന്നുള്ളത് സാറ് പറഞ്ഞതുപോലെ LDFന്റെ മനസ്സിൽ, CPMകാരുടെ മനസ്സിൽ പോലും ഉള്ളത് സതീശൻ എന്നുള്ള നേതാവാണ്. അങ്ങനെയെങ്കിൽ എന്തിനാണ് കോൺഗ്രസിന് മാത്രം ഇത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് മാറുന്നത്? കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. ആ എടുക്കാനുള്ള തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ ഒരു അവസ്ഥയുള്ളത്. നേതൃത്വം എന്ന് പറയുന്നതിന് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ലത്. വ്യക്തമായൊരു കാഴ്ചപ്പാട്, ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റീനെ ഊന്നിക്കൊണ്ട് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് ആ ഡ്രീമിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത് ഇത്രയും മാനിഫെസ്റ്റഡ് ആകുമ്പോഴാണ് ഒരു പാർട്ടിയാണെങ്കിലും ഒരു ജനതയാണെങ്കിലും ഒരു രാജ്യമാണെങ്കിലും അതിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ കോൺഗ്രസിന്റെ എടുത്ത് നോക്കുക. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ശശി തരൂർ മത്സരിക്കാൻ നിന്ന സമയത്ത് തരൂരിനെതിരെ വിയർത്ത് രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ആര്? KC വേണുഗോപാൽ. കാര്യം എന്താ? ശശി തരൂരിനെ പോലെ ആരുടെയും എങ്ങു നിന്നും ലോൺ എടുക്കാതെ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ KC വേണുഗോപാലിന് കേന്ദ്ര നേതൃത്വത്തിൽ പാർട്ടിയിലെ സ്ഥാനമില്ല. ഇതിപ്പോൾ അതല്ല, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായിട്ട് ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നവരാണ് KC വേണുഗോപാലാണ്, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്. ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ KC വരുന്നില്ല എന്ന് പറയുന്നത്, KC വരാതിരിക്കുന്നത് പോലും ഒരുപക്ഷെ കൃത്യമായ ഒരു ധാരണ, ഒരു തന്ത്രം. ഈ ജനായത്ത സമിതി കേരള ജനത 102 സീറ്റ് താലത്തിൽ വെച്ച് കോൺഗ്രസിന് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? പണ്ട് ഈ അമൃതകുംഭം വന്ന അസുരന്മാർ മോഷ്ടിച്ചോണ്ട് പോയില്ല, അതേപോലുള്ള പ്രക്രിയയാണ്. പിന്നിൽ നിന്ന് മോഷ്ടിക്കുന്ന പരിപാടിയല്ലേ? KC വേണുഗോപാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഉള്ളിൽ കേരളത്തിൽ വന്ന് കോൺഗ്രസിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളം അനുഭവിച്ചത്? രമേശ് ചെന്നിത്തല കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം ചില അഴിമതി ആരോപണങ്ങൾ, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളെ പോലെ ചില പത്രസമ്മേളനത്തിലൂടെ ചില അഴിമതി ആരോപണങ്ങൾ ഗവൺമെൻറ് നടത്തും. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു നിയമസഭയിലെയും അതേപോലെ സംഘടനാതലത്തിലും ഒക്കെയുള്ള പ്രവർത്തനം വിലയിരുത്തേണ്ടതല്ലേ? അതെ, ഇത് ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ചെന്നിത്തല അങ്ങോട്ടേക്ക് പറക്കുന്നത്, KC വരാതിരിക്കുന്നത്, ഇവിടെ VD സതീശൻ അടങ്ങി നിൽക്കുകയാണ്.
അല്ല, ബി ഡി സതീശന് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് ബി ഡി സതീശനെതിരെ സത്യം പറഞ്ഞ അണികൾ പോലും ഈ ചെയ്യുന്നത് അദ്ദേഹത്തിന് ദോഷമായിട്ട് വരത്തേ ഉള്ളൂ. കാരണം ഈ ബി ഡി സതീശൻ വളരെ ഒരു ആ വ്യക്തിക്ക് കഴിയുന്ന രീതിയിൽ ഒരു പെർസ്പെക്റ്റീവ് വെച്ച്, ഒരു സ്ട്രാറ്റജി വെച്ച്, പെർസ്പെക്റ്റീവ് ഉണ്ടാകുമ്പോഴാണ് സ്ട്രാറ്റജി വരിക. ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് യു ഡി എഫിന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് 85 സീറ്റിൽ മേലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ഒറ്റ മനുഷ്യനും പറഞ്ഞില്ലല്ലോ 100 കിട്ടും. അത് അയാൾ ഗ്രൗണ്ടിൽ പോയി പ്രവർത്തിച്ചു, ഇതിനെ ഒരു പ്ലാറ്റ്ഫോമാക്കി യു ഡി എഫിന്. അവിടേക്കാണ് അയാളുടെ കൺസെപ്റ്റ് നമ്മൾ കാണുന്നത്. ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പിന്നെ പ്രവർത്തിക്കുക, വളരെ ഒരു നിസ്സംശയം പ്രവർത്തിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വലുതാക്കണം, ഡിഫറെൻ്റ് ഓർഗനൈസേഷനെ കൂടെ നിർത്തണം, ഓരോ പ്രദേശത്തുള്ളവർ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഒപ്പീനിയൻ മേക്കിംഗ് ഉണ്ടാവും. ഈ നറേറ്റീവ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മളിപ്പോൾ പറഞ്ഞെങ്കിൽ ഒപ്പീനിയൻ ബിൽഡപ്പ് ഒരു വളരെ പ്രശ്നമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ വിശ്വാസ്യത തകർന്നതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിൽ സതീശൻ വിജയിച്ചു. കഴിഞ്ഞ എ കെ ആൻ്റണിയും കെ കരുണാകരനും കേരളത്തിൽ തുടങ്ങി വെച്ച ഏറ്റവും അനഭിലഷണീയമായ ഒരു പ്രവണതയുണ്ട് ഗ്രൂപ്പുകളിൽ. രണ്ടുപേരുടെ നിലനിൽപ്പ്, വിശേഷിച്ചും എ കെ ആൻ്റണിയുടെ നിലനിൽപ്പ് വെറും ഗ്രൂപ്പുകളിലായിരുന്നു. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹത്തിനെ ഈ മാധ്യമങ്ങളെല്ലാം ആദർശപുരുഷൻ അല്ല ആദർശത്തിൻ്റെ ആൾ രൂപം എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഗ്രൂപ്പിലൂടെയാണ് ആൻ്റണിയുടെ രാഷ്ട്രീയം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാം പകുതിയിൽ, അതല്ലെങ്കിൽ എന്താ പറയുക, കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 80-കൾക്ക് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ പിന്നെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായി കോൺഗ്രസിനകത്ത്. ആ ഗ്രൂപ്പ് രോഗത്തിനകത്ത്, ആ ഗ്രൂപ്പ് വൈറസിനകത്ത് നിന്നും പാർട്ടിയെ രക്ഷപ്പെടുത്തി, മുന്നണിയെ രക്ഷപ്പെടുത്തി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിച്ച ഒരു പുതിയ കോൺഗ്രസ് സംസ്കാരം വി ഡി സതീശൻ കേരളത്തിൽ സംഭാവന ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ടീം യു ഡി എഫ് ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് നേരിട്ടില്ലേ? അത് സതീശൻ പത്രസമ്മേളനത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ അവിടെ നിന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കേരളത്തിലേക്ക് അതൊരു നടപടി, ഒരു ചിട്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കരുതാം. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വന്ന് പലരെയും അനുനയിപ്പിക്കേണ്ട അവസ്ഥ ഇന്നും ഇത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉൾപ്പെടെ മാധ്യമ എല്ലാവരും തന്നെ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ പറയും അടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ 3 പേർ തമ്മിലുള്ള കൂട്ടയടിയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ സതീശന് ഈ ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സതീശന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് കട തുറന്നു വെച്ചാൽ മതി. സിമ്പിൾ, ഒറ്റ വാക്കേ ഉള്ളൂ. കാര്യം പിന്നെ എന്ത് കാരണം കൊണ്ടാണോ എൽ ഡി എഫിനെ ജനം ഇപ്പോൾ തിരസ്കരിച്ചത്, ആ തിരസ്കാരത്തിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായിട്ട് മാറും ജനത്തിൻ്റെ വികാരത്തെ മാനിക്കാതെ, ജനം നൽകിയ മാൻഡേറ്റിനെ മാനിക്കാതെ വി ഡി സതീശനല്ല വേറൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കിയാൽ. ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയം വേണ്ട കാര്യം. ഇപ്പോൾ എൽ ഡി എഫിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കവും ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് കിട്ടിയതാണ്, അല്ലേ? രണ്ടാമതവണ ഇപ്പോൾ നേരെ എടുത്തെറിഞ്ഞു, അതും ലീഡർഷിപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. അതും പിണറായി വിജയൻ്റെ മെച്ചം ജനങ്ങൾക്ക് ബോധ്യമായപ്പോൾ തുടർച്ച കൊടുത്തു, അതും മാന്യമായ തുടർച്ച കൊടുത്തു, അല്ലേ? 99 സീറ്റ് അതിട്ട് ദീപാവളി വിളിച്ചു. ഒന്നാം പിണറായി സർക്കാരിന് നല്ല ടീമായിരുന്നു, നല്ല ഭരണപരിചയമുള്ളവരുണ്ടായിരുന്നു, ഇരുത്തം വന്നവരുണ്ടായിരുന്നു, വിവരമുള്ളവരുണ്ടായിരുന്നു. അതും ആവശ്യമാണ്. രണ്ടാം പിണറായി സർക്കാർ എടുത്ത് നോക്കും, ഏതൊക്കെ മന്ത്രിമാരാണ് ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പ്രജതിക്ക് ഇപ്പം തെറ്റാതെ പേര് പറയാൻ പറ്റും. ഇപ്പോൾ പി രാജീവ്, കെ എൻ ബാലഗോപാൽ, വീണ ജോർജ്, ഇവരൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള മന്ത്രിമാർ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മയിൽ വരും, പേര് കേട്ടാൽ ഓർത്തുന്നിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവിടെയൊക്കെ ലീഡർഷിപ്പിൻ്റെ പ്രശ്നമാണ്. ലീഡറാണ് നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ് എന്നെ കേരളത്തിനെ കൊണ്ടുപോകേണ്ടത്, ആ കേരളത്തിനെ ഇന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇന്നതാണ് എൻ്റെ കൺസെപ്റ്റ്, അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്ന വൈദഗ്ധ്യമുള്ളവരെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒറ്റയ്ക്ക് കേന്ദ്രത്തിൽ ഭരിക്കാൻ അവസരം ഉണ്ടായിരുന്ന സമയത്താണ്, ബി ജെ പിയിൽ ഇഷ്ടംപോലെ എം പിമാരുണ്ടായിരുന്ന സമയത്താണ് നരേന്ദ്രമോദി ജയശങ്കറെ വിദേശകാര്യ മന്ത്രിയാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയമാണ്, അല്ലേ? ഇന്ത്യയുടെ ഭാഗധേയം മാറ്റിയത് ജയശങ്കറാണ്. അത് ലീഡർഷിപ്പാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിണറായി വിജയൻ രണ്ടാമത്തെ സർക്കാരിൽ ചെയ്ത പ്രക്രിയ അദ്ദേഹത്തിനെ സ്വയം നശിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ചെയ്തത്.
ഒരു മുറുക്കാങ്കട നടത്താൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാർ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. ഒട്ടും അതിശയോക്തി പറയുകയല്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു ലീഡർഷിപ്പ്. കേരളത്തിന് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ലീഡറായിരിക്കണം. ആ കേരളത്തിന് കേരളം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാവണം. അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കണം. അതിന് മാറ്റം വരുത്തണം, പരിവർത്തനം വരുത്തണം. എന്നിട്ട് അത് തീരുമാനിക്കണം. അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് പ്രവർത്തിക്കണം. ഇതാണ് വേണ്ടത്. ഇതാണ് ലീഡർഷിപ്പിൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇതാണ്. ഇതില്ലാതെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും കേരളത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള കേരളത്തെ ഒരു പിന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ത്വര കൊണ്ടാണോ ഈ രണ്ടുപേരും ഈ പിൻവാതിലിലൂടെ, ഇപ്പം രമേശ് ചെന്നിത്തലയുടെ പിൻവാതിൽ നമ്മൾ തീർത്തു പറയാൻ പറ്റത്തില്ല, കെ സി വേണുഗോപാലിൻ്റെ പിൻവാതിൽ ശ്രമം നടക്കുന്നത്? കേരളത്തിലോടുള്ള അല്ലെ ജനായത്ത സംവിധാനത്തിലോടുള്ള അല്ലെ കോൺഗ്രസ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ അത് വളരണം എന്നുള്ളതുകൊണ്ടാണോ? കോൺഗ്രസിൻ്റെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ. ഇന്ത്യയിലായി കഴിഞ്ഞു. 2024 ഈ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പകരം ശശി തരൂരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ ഒരു കോൺഗ്രസ് ഭരണം ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഒരു പക്ഷേങ്കിൽ. ഇല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാകുമായിരുന്നു NDA സർക്കാരിൻ്റെ അവസ്ഥ. അത് രാജ്യത്തിൻ്റെ താല്പര്യമാണോ കെ സി വേണുഗോപാലിനെ നയിച്ചത്? കോൺഗ്രസിൻ്റെ താല്പര്യമാണോ കെ സി വേണുഗോപാലിനെ നയിച്ചത്? അതോ തൻ്റെ കഴിവില്ലായ്മയ്ക്ക്, രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയെ അവസരമാക്കി ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഉപദേശം നൽകി പാർട്ടിയെ കയ്യിൽ ഒതുക്കാൻ വേണ്ടിയാണോ ശ്രമിച്ചത്? അങ്ങനെ ഒരു വ്യക്തി കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.